ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദാണേ. ഇവിടെ നിൽക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ പണ്ട് ഉറങ്ങി കിടന്നൊരു കാലുണ്ടല്ലോ. കലിക്കാലമൊന്നുമല്ലേ, നല്ല വർണ്ണ ശബളമായൊരു കാലം. അതിൻ്റെ മനോഹാരിത പറഞ്ഞറിയിക്കുന്നതിന് അപ്പുറമാണല്ലോ. ഈ കാണുന്ന പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പാടത്തിൻ്റെ വരമ്പിലൂടെ നമുക്ക് കിട്ടുന്നത് അത്തരമൊരു വർണ്ണശബളമായ ഒരു പൂക്കാലമല്ലേ. മഞ്ഞയും പച്ചയും ഓറഞ്ചും പിന്നെ പിങ്ക് ചുരിദാറിട്ട നിങ്ങളുടെ അജിന്തി പ്രസാദ്. പണ്ട് ചിത്രഗീതമൊക്കെ കാണുമ്പോഴേ നമ്മുടെ മനസ്സിൽ നായിക ദാ ഇങ്ങനെയൊക്കെ പൂക്കളിലൂടെ ഈ പാടത്തിലൂടെ ഒക്കെ ഇങ്ങനെ ഓടി നടക്കുമ്പോഴേ നമ്മുടെ മനസ്സിലിങ്ങനെ വല്ലാത്തൊരു പൂ വിരിയാറുണ്ടല്ലോ. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു പൂക്കൾ വിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാണ്ട് ഇങ്ങനെ തുടിക്കുമല്ലോ. നമുക്കും ഇങ്ങനെയൊക്കെ ഓടിച്ചാടി നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് എൻ്റെ മനസ്സിൽ ഇതൊക്കെയാണ് കേട്ടോ കൂടുതൽ. അവരുടെ ഡ്രസ്സുകൾ, അതുപോലെ പൂക്കൾ, പഴങ്ങൾ, ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ചെണ്ടുമല്ലി പൂക്കൾ, ഈ ഓറഞ്ച് പൂക്കൾ, ഇതൊക്കെ ഞാൻ സത്യം പറയാലോ ഞാനിങ്ങനെ സിനിമകളിലും ടി വികളിലും ഒക്കെ മാത്രമേ കണ്ടു. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ അടുത്ത് നിന്ന് കാണുന്നത്. അപ്പം അതിൻ്റെ വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടെ വന്ന് നിന്നപ്പോഴേ എനിക്ക് ആ ഒരു ചിത്രഗീതമൊക്കെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ എനിക്കും തോന്നി ഈ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഒന്ന് നടന്നാലോ എന്നുള്ളൊരു. ഈ പടി കടന്നങ്ങ് ചെല്ലുന്നതേ ഒരു പൂങ്കാവനത്തിലേക്കാണ്, ഒരു പൂക്കളുടെ ഒരു ലോകത്തേക്കാണ്. അതായത് സുഗന്ധം മാത്രമുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക്, ഒരു പ്രപഞ്ചത്തിലേക്ക്. ചുറ്റുള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റൂല, അത്രയും പൂക്കളാണ് വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നത്. ഇത്രയ്ക്ക് സുഗന്ധം ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ കീടനാശിനിയേയില്ല. ആ കീടനാശിനിയില്ലാത്ത ഒരു പുഷ്പലോകം, ഒരു പുഷ്പക ലോകം, ഒരു പൂക്കളുടെ ലോകത്തേക്ക്. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ അടിച്ചമർത്തപ്പെടുക എന്ന് പറയില്ലേ, അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തി വയ്ക്കുക. നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ അന്ന് ഇന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ കട്ട സപ്പോർട്ടിന് കൂടെ നമ്മുടെ കെട്ടിയോനുണ്ടെങ്കിലുണ്ടല്ലോ, ആ വൈബ് ഒന്ന് വേറെ തന്നെയാണേ. നമുക്കങ്ങ് തുടങ്ങിയാലോ അല്ലേ? 1 2 3. അപ്പോഴേക്കൊക്കെ ഓട്ടം തുടങ്ങിയോ? എന്താ വീഴാൻ പോയപ്പോഴേ സാല പറ്റാറ്റ. Bye bye.